ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇട്ട പൊട്ടി. അങ്ങനെ നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് പോവാണ്. ഇപ്പം സമയം പുലർച്ചെ 6 മണിയാണ്. ഇത്ര നേരത്തെ പോകുന്ന എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോയിൽ കൂടെ തന്നെ വഴിയേ പറയാം. പോകുന്ന വഴിക്ക് കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളങ്ങ് പോയി. മല്ലൂർ അമ്പലത്തിൽ പോയായിരുന്നു. അവിടെ എന്തോ ഉത്സവമൊക്കെ നടക്കുമായിരുന്നു. ഞങ്ങൾ ഇറങ്ങാറൊക്കെയായപ്പോഴത്തേക്കിനും നല്ല മഴയായിരുന്നു. പിന്നെ അവർ പോയി പായസമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. രാവിലെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ആര്യാസിലാണ് വന്നത്. രാവിലെ ആയതുകൊണ്ടാണ് വെജ് ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്തത്. മസാല ദോശ, നോർമൽ ദോശ, ഗീ റോസ്റ്റ്, പിന്നെ ലൈം ടീ, ഇതൊക്കെയാണ് പറഞ്ഞത്. എല്ലാം അടിപൊളിയായിരുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നമുക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അത് വഴിയേ പറയാമെന്ന്. അതിലത്തെ ആദ്യത്തെ ആവശ്യമായിരുന്നു സ്മൈൽ ഡെൻ്റൽ ക്ലിനിക്ക് വരിക എന്നുള്ളത്. 10 മണിക്കായിരുന്നു നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തത്. പക്ഷേ ഇച്ചിരി ലേറ്റായി, ഭയങ്കര ട്രാഫിക്കായിരുന്നു. അതുകൊണ്ട് 11 മണിയായപ്പോഴാണ് അവിടെ നമ്മൾ എത്തിയത്. ഇത് പാലാരിവട്ടത്തെ സ്മൈൽ ഡെൻ്റൽ ക്ലിനിക്കാണ്. സ്മൈലി നിറങ്ങി ഞങ്ങൾ നേരെ പോയത് മേക്ക് ഡാം ഡാസിലോട്ടാണ്. കുറേ സെലിബ്രിറ്റീസൊക്കെ വന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്നതും അവരുടെ ഫോട്ടോസും അവരുടെ വീഡിയോസും ഒക്കെ ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി കണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ നമ്മൾ മാപ്പൊക്കെ ഇട്ട് കണ്ടുപിടിച്ച് വന്നു. കുറച്ച് മാപ്പ് നമ്മളെ ചുറ്റിച്ചെങ്കിലും അവസാനം നമ്മൾ അവിടെ തന്നെ എത്തി കേട്ടോ. അതിൻ്റെ സന്തോഷം ഞങ്ങൾ രണ്ടുപേരുടെയും മുഖത്ത് കാണാനുണ്ട്.
സത്യം പറയാലോ നമുക്കിവിടെ എല്ലാം എടുക്കാൻ തോന്നും, അത്ര അടിപൊളിയാണ്. ഞങ്ങൾ ആ ലിപ്സ്റ്റിക്കൊക്കെ ട്രൈ ചെയ്തായിരുന്നു. ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, പക്ഷേ ക്യാമറ കാണാൻ ആ ലിപ്സ്റ്റിക് നല്ലതാണ്, പക്ഷേ നേരിട്ട് കാണാൻ ഒരു ഭയങ്കര ഡാർക്കാണ്. ഞാൻ വേറൊരെണ്ണമാണ് എടുത്തത്. പിന്നെ ചേച്ചിയും ഇവിടെ ട്രൈ ചെയ്യാനൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നാലും അടിപൊളിയാണ്. നിങ്ങൾ എറണാകുളം വരുന്നുണ്ടെങ്കിലും മസ്റ്റായിട്ടും പോയി നോക്കണം, അത്ര അടിപൊളി എല്ലാം ഉണ്ട്. സാധനങ്ങളൊക്കെ ബില്ലടിച്ചിറങ്ങിയപ്പോഴത്തേക്കിനും അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് നെയിൽ പോളിഷൊക്കെ തന്നായിരുന്നു. രാവിലെ അമ്പലത്തിൽ നീട്ടി പായസമൊക്കെ കുടിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോഴത്തേക്കിനും ഉച്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊക്കെ ആയിട്ട് സിൽക്കോണിലാണ് പോയത്. അവിടെ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിന്ന് എറണാകുളത്ത് വന്നേക്കാണ്. ഓണമൊക്കെ അല്ലേ, നമുക്ക് കുറച്ച് ഷോപ്പിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ബ്രോഡ്വേ വരെ വന്നു. അതെ, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രോഡ്വേയിലോട്ട് പോവുകയാണ്. ബാക്കി അവിടെ വെച്ചിട്ട് ബ്രോഡ്വേയിൽ നമ്മൾ ആദ്യം ഒരു ഹോൾസെയിൽ ജ്വല്ലറി ഷോപ്പിലാണ് കയറിയത്. അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെടാതെ ഞങ്ങൾ ഓർണയിലോട്ട് പോയി. ഓർണ എല്ലാവർക്കും അറിയായിരിക്കും, ഒരു നല്ലൊരു അടിപൊളി ഷോപ്പാണ്. അവിടെ പോയിട്ട് ഈ കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. നല്ല തിരക്കായിരുന്നു, ഓണമായിരുന്നുകൊണ്ട് തന്നെ അതുകൊണ്ട് വലുതായിട്ടൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ രാത്രിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നിട്ട് മറൈൻ ഡ്രൈവിലോട്ട് പോയി. മറൈൻ ഡ്രൈവിൽ കാറ്റൊന്നും ഇല്ലായിരുന്നു, കാറ്റൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയാണ് പോയത്, പക്ഷേ കൊള്ളായിരുന്നു. മറൈൻ ഡ്രൈവിൽ നമുക്കൊരു മോളിൽ കയറി കാണാൻ പറ്റുന്ന സംഭവം ഉണ്ടല്ലോ, അവിടെ കയറി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
മറൈൻ ഡ്രൈവിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഫോറം മാളിലോട്ടാണ്. ഫോറം മാൾ കാണുമ്പോൾ ഒരു റിയാദ് മാളിൻ്റെ ഒക്കെ ഫീൽ ആയിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടായിരുന്നു പോയത്, അതുകൊണ്ട് മിക്ക ഷോപ്പും ക്ലോസ് ചെയ്തിരുന്നു. അതുപോലെ അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അതും കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ഒരു സമയത്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിരുന്ന സ്വേളിയോയിൽ പോയി. അവിടുന്ന് ഞാൻ ഓർഡർ ചെയ്ത ഒരു ഹേസൽനട്ട് ചോക്ലേറ്റും ചേച്ചി ഓർഡർ ചെയ്ത ഒരു ബ്ലൂബെറി ആയിരുന്നു. രണ്ടും അടിപൊളിയായിരുന്നു, കിടുമായിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ വീണ്ടും വിശന്നിട്ട് നമ്മൾ വൗ മോമോസിൽ പോയിട്ട് എന്തോ ചീസ് ബേസ്ഡ് മോമോസ് അങ്ങോട്ട് വാങ്ങിച്ചു. അതും അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം രാത്രി 11:33. ഷോപ്പിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ ചത്തു, ബാറ്ററി എല്ലാം തീർന്നു. അതെ, ഇനി ഔട്ടർ എടുക്കാനുള്ളൊരു മൂടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളങ്ങ് എടുത്തു. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.